ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വേറെ വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതും വേറെ വേറെയാണോ, അതോ രണ്ടും ഒന്ന് തന്നെയാണോ? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചാർജിന് ചുറ്റുമുള്ള ഒരു റീജിയൻ മാത്രമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി അല്ല, ഒരു മെഷർമെൻറ്റ് അല്ല, ഒരു റീജിയൻ മാത്രമാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു മെഷർമെൻ്റാണ്. നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു a source charge is defined as the force experienced per unit positive test charge placed at that point without disturbing the source charge. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള ഡെഫിനിഷൻ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ചാർജിന് ചുറ്റുമുള്ള ഒരു റീജിയൻ ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ഇനി ആ റീജിയൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെഷർമെൻ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ക്വാണ്ടിറ്റി, ഒരു മെഷർമെൻ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാനിവിടെ ഒരു ചാർജ് എടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ആണ് +Q. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഒരു സോഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നു. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഈ സോഴ്സ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇനി ഈ ഡോട്ടഡ് ലൈനിൻ്റെ ഉള്ളിലാണ് +Q കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്തറിയണം? നമുക്ക് സ്ട്രെങ്ത് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഡിസ്കസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് അറിയണമെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുന്നു. P എന്ന് പറയുന്നതാണ് ആ പോയിൻ്റ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഞാൻ ആ പോയിൻ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? P എന്ന് പറയുന്ന പോയിന്റിൽ +Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണമുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചാർജിനെ ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്? P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചാർജാണ് Q0. ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന ചാർജ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സോഴ്സാണ് +Q. അതുകൊണ്ടാണ് +Qവിനെ നമ്മൾ സോഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നത്. രണ്ട് ചാർജുകളും പോസിറ്റീവ് ആണെന്ന് നമ്മൾ കരുതുന്നു. +Q പോസിറ്റീവാണ്. നമ്മൾ കൊണ്ടുവരുന്ന ടെസ്റ്റ് ചാർജും എന്ത് തന്നെയാണ്? പോസിറ്റീവ് ചാർജ് തന്നെയാണ്. അതുകൊണ്ട് Q0വിനും ഞാൻ എന്ത് തന്നെ കൊടുക്കുന്നു? പ്ലസ് സൈൻ തന്നെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും +Q എന്ന് പറഞ്ഞിട്ടുള്ള സോഴ്സ് ചാർജും +Q0 എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചാർജും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് വളരെയധികം കൂടുതലാണെങ്കിൽ, അതായത് P എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിരിക്കുന്ന +Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഈ ഒരു കേസിൽ അത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ആ ഫോഴ്സ് വളരെയധികം കൂടുതലാണെങ്കിൽ ഇവിടെയുള്ള, അല്ലെങ്കിൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെയധികം കൂടുതലാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ? അത് നമുക്ക് മനസ്സിലാക്കി തരാനായി ഈ സ്റ്റേറ്റ്മെൻറ്റിന് സാധിക്കും. നോക്കുക,
ഒരു പോയിന്റിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായി സാധിക്കുകയുള്ളൂ. ആ പോയിന്റ് നിർബന്ധമായും എവിടെയായിരിക്കണം? ഒരു സോഴ്സ് ചാർജ് കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കുകയുള്ളൂ. പി എന്ന് പറയുന്ന പോയിന്റിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ പി എന്ന് പറയുന്ന പോയിന്റ് ഈ സോഴ്സ് ചാർജ് കാരണമുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ്. ഇനി ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്താണ് നോക്കാം. ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. അതായത് നമ്മൾ കൊണ്ടുവരുന്ന ചാർജാണ് Q0. അതിന് വിളിച്ചിരിക്കുന്ന പേരായിരുന്നു എന്ത്? ടെസ്റ്റ് ചാർജ്. അതിനൊരു സ്വഭാവം കൂടി ഉണ്ടായിരിക്കണം. എന്താണത്? അത് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആയിരിക്കണം. അതായത് കൊണ്ടുവരുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 കൂളം ആയിരിക്കണം. അതുകൊണ്ടാണ് യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് ചാർജിനെ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്ലസ് Q0ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അതിൻ്റെ സൈൻ പോസിറ്റീവുമാണ്. ഇനി ഈ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ എവിടെ വെക്കണം? നമുക്ക് ഏത് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ വെക്കണം. എന്നിട്ട് എന്ത് മെഷർ ചെയ്യണം? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് മെഷർ ചെയ്യണം. കൂളംസ് ലോ ഉപയോഗിച്ച് വളരെ സുഖമായി നിങ്ങൾക്ക് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനായി സാധിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സോഴ്സ് ചാർജിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. Electric field intensity at a point is defined as the force experienced per unit positive test charge placed at that point. ഏത് പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അതേ പോയിന്റിൽ നിങ്ങളൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വെക്കണം. അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ആ ഫോഴ്സ് തന്നെയാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സോഴ്സ് ചാർജിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സോഴ്സ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് E = F/Q0. അതായത് ക്യാപിറ്റൽ E വെക്റ്റർ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്ററാണ്. അങ്ങനെയെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡാണ് F/Q0 എന്ന് പറയുന്നത്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും E എന്ന് പറയുന്നത് വെക്റ്ററാണ്, F എന്ന് പറയുന്നതും വെക്റ്റർ തന്നെയാണ്. Q0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചാർജാണ്. ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എങ്ങോട്ടാണ് Q0-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പോകുന്നത് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു രണ്ടുപേരുടെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുള്ളത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് സൈൻ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ ഒന്ന് തന്നെ ആണെന്നാണ്. നമ്മളിവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പോസിറ്റീവ് സോഴ്സ് ചാർജും ഉണ്ടെങ്കിൽ Q0-ൽ പോസിറ്റീവ് ചാർജുള്ള Q0-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? രണ്ടും ഒരേപോലെയുള്ള ചാർജുകൾ ആയതുകൊണ്ട് Q0-യെ Q എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും അവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരിക. F പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ +Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെയായിരിക്കും? നമ്മുടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും. അല്ലെങ്കിൽ എഫിൻ്റെ ഡയറക്ഷന് സെയിം ആയിരിക്കും. ഇവിടെ Q0-യുടെ വാല്യൂ എന്താണ്? നമ്മൾ പറഞ്ഞു Q0 എന്ത് ടൈപ്പ് ചാർജാണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജാണ്. അതായത് Q0-ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1-ഉം അതിൻ്റെ സൈൻ പോസിറ്റീവുമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? E = F എന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് നമ്മുടെ ഡെഫിനേഷനും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്, അതായത് F ആരിൽ? പെർ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എടുക്കുന്ന പോയിന്റ് എവിടെയായിരിക്കണം? ആ സോഴ്സ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലായിരിക്കണം. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ആര് തമ്മിലുള്ള ഫോഴ്സാണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജും സോഴ്സ് ചാർജും തമ്മിലുള്ള ഫോഴ്സാണ്. അതുതന്നെയാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ആരെ ഡിസ്റ്റർബ് ചെയ്യാനായി പാടില്ല? സോഴ്സ് ചാർജിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമാണ്. കാരണം നമ്മൾ കൂളംസ് ലോ പഠിച്ചു കഴിഞ്ഞു. പ്ലസ് ക്യൂവും പ്ലസ് Q0യും തമ്മിലുള്ള ഫോഴ്സ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായി സാധിക്കും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡ് നമ്മൾക്ക് അറിയാം. ആ ഫോഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? Q0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് സുഖമായി കണ്ടുപിടിക്കാനായി സാധിക്കും.